തൃശ്ശൂരിൽ ഗ്യാസ് ക്ഷാമം കാരണം പ്രമുഖ ഹോട്ടലുകൾ അടച്ചിരിക്കുകയാണ്. തൃശ്ശൂർ റൗണ്ടിലെ മിഥുല ഹോട്ടൽ, എമ്മോ റോഡിലെ രാധാകൃഷ്ണ ഹോട്ടൽ, തൃശ്ശൂർ റൗണ്ടിലെ പത്തൻസ് ഹോട്ടൽ, അതേപോലെ തന്നെ ചെമ്പോട്ടിൽ ലൈനിലെ അക്ഷയ ഹോട്ടൽ, ഭാരത് ഹോട്ടൽ, പോസ്റ്റേഴ്സ് റോഡ് അലങ്കാർ ഹോട്ടൽ, കരുണാരൻ നമ്പ്യാർ റോഡ് മനോരമ റോഡ് അവിടെയുള്ള തോംസൺ കഫേ, പിന്നെ കോളേജ് റോഡിലുള്ള കുക്ക് ഡോർ, അതേപോലെ തന്നെ ന്യൂ ഗോപി, ഇങ്ങനെയുള്ള പല ഹോട്ടലുകളും 80% ഹോട്ടലുകൾ തൃശ്ശൂർ ടൗണിൽ അടച്ചു ഗ്യാസ് ക്ഷാമം കാരണം. ഇതിന് എത്ര കാലം നീണ്ടു നിൽക്കുന്ന ഒരു പിടിയുമില്ല എന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കെ യുദ്ധക്കളത്തിലെ നിശബ്ദത പുതിയൊരു കൊടുങ്കാറ്റിന്റെ സൂചനയാണോ എന്ന ആശങ്കയിലാണ് ലോകം. ഹൂതികൾ ഇറാൻ യുദ്ധത്തിൽ പങ്കുചേരുമോ? യമൻ മുന്നണിയിൽ എന്തുകൊണ്ട് എല്ലാം നിശബ്ദമായിരിക്കുന്നു? തുടങ്ങിയ ചോദ്യങ്ങൾ വെറും കൗതുകമല്ല, മറിച്ച് ആഗോള വ്യാപാരത്തിന്റെ നട്ടെല്ല് തകരുമോ എന്ന ഭീതിയിൽ നിന്ന് ഉടലെടുക്കുന്നവയാണ്. ഇറാന്റെ ഹൂതികൾ ആയുധമെടുത്താൽ അത് കേവലം ഒരു പ്രാദേശിക യുദ്ധമായിരിക്കില്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കുന്ന പ്രത്യാഘാതങ്ങളുണ്ടാക്കാം. യമൻ ആസ്ഥാനം ായുള്ള ഹൂതി വിമതർ യുദ്ധത്തിൽ സജീവമായ ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബാബ് എൽമന്ദേബ് കടലിടുക്കിന്റെ ഉപരോധമായിരിക്കും. ഹോർമൂസ് കടലിടുക്കിന് പിന്നാലെ ബാബ് എൽമന്ദേബ് കൂടി അടയ്ക്കപ്പെട്ടാൽ അത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പാതകളെ ഒരേ സമയം ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാകും. ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ പാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോള വിതരണ ശൃംഖല നിശ്ചലമാകാൻ കാരണമാകും.